നമസ്തേ എവരി വൺ. NLP സെയിൽസ് മാസ്റ്ററി. ഈ സെയിൽസ് മാസ്റ്ററി എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, അപ്പോൾ സെയിൽസിനെ കുറിച്ച് അറിയാം, നന്നായിട്ട് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ട്. അപ്പോൾ ഇത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൻ്റെ മെത്തേഡിൽ എങ്ങനെയാണ്? അപ്പോൾ ഇത് ആക്ച്വലി 3 days ഫുൾ പാക്ഡ് കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഒരു ലേണിംഗ് വേർഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആർട്ട് ഓഫ് സെയിൽസ് നന്നായിട്ട് പഠിക്കുക എന്നുള്ള, വളരെ ഇഫക്റ്റീവായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാനായിട്ട് പഠിക്കുക, നമുക്കൊരു പീക്ക് പെർഫോമൻസ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എപ്പോഴും സെയിൽസിൽ ഓപ്റ്റിമം റിസൾട്ട് വരണം. ഇതിനകത്ത് നമുക്ക് പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ നമുക്ക് ലീഡ് കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ളൊരു 100 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് പണ്ട് മുതലുള്ള മെത്തേഡ്സും ക്ലാസിക്കൽ മെത്തേഡ്സും ഒക്കെ ആയിട്ടാണ്. ഒബ്സലേറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. 100 മെത്തേഡുണ്ട്. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് സസ്പെക്റ്റിംഗ് ഉണ്ടാവും. അതിൽ നിന്ന് എങ്ങനെയാണ് പ്രോസ്പെക്റ്റിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ക്വാളിഫൈഡ് പ്രോസ്പെക്റ്റാണ്, അതിന് നമ്മൾ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുള്ളൂ. ഇനി അത് കഴിഞ്ഞ് ഇത് കൂടാതെ ഈ മോഡേൺ രീതിയിൽ ഇൻ്റർനെറ്റും മറ്റും നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ മീഡിയത്തിൽ കൂടെ നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു 100 മെത്തേഡ്സ് അഡീഷണലായിട്ട് ഇത് നമ്മൾ പഠിക്കുകയാണ്. അപ്പം അതും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇത് രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ക്ലയൻസിനെ കിട്ടാനോ ലീഡ് കിട്ടാനോ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൽ ഓരോന്നോരോന്ന് നമ്മളെടുത്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഒരു 14 വർഷമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള റീസർച്ചിന് ശേഷമാണ് ഇത് നമ്മൾ ജഗപോയ ഒന്നുമില്ല, നിങ്ങൾക്ക് സബ്ജക്റ്റ് വളരെ കൃത്യമായിട്ട് കിട്ടും. ഇതിനെ ബേസ് ചെയ്തിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു മാനുവലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കവിടെ സ്ട്രാറ്റജീസ് ഫോർ ജനറേറ്റിംഗ് എൻഡ്ലെസ് റെഫറൽസ്, അതിന് വേണ്ടിയിട്ട് തന്നെ 100 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റെഫറൽസ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതും നമുക്ക് വീണ്ടും അഡീഷണലായിട്ട് ലീഡ് കിട്ടാനായിട്ട്. പിന്നെ മറ്റൊരു പ്രധാന സബ്ജക്റ്റ് ഇതിനകത്ത് ന്യൂറോ സയൻസ് ഇൻ സെയിൽസ്. നമ്മുടെ ബ്രെയിൻ സയൻസ് സെല്ലിംഗ് ടെക്നിക്സിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെ ഒരു നല്ല സബ്ജക്റ്റ് തന്നെ ഗ്ലോബലി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് നമുക്ക് സെയിൽസ് ഫണലാണ്. അപ്പോൾ നമ്മൾ സെയിൽസ് ഫണൽ ഉണ്ടാക്കുമ്പോൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ ആദ്യത്തെ ട്രഡീഷണൽ പ്രോസ്പെക്റ്റ് മെത്തേഡ്സും ഇന്നോവേറ്റീവായിട്ട് ഡിജിറ്റൽ നമ്മൾ ലീഡ് ജനറേഷൻ മെത്തേഡ്സും എടുക്കുമ്പോൾ അതിലൂടെ നമ്മൾ ഒരു വലിയ ചോർപ്പിലേക്ക് ഫണലിലേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വരുന്ന അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് ഐഡ എന്ന് പറയുന്ന ഫോർമുല നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. അറ്റൻഷൻ. ആദ്യം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രോസ്പെക്ട്സിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റും. രണ്ടാമത്തെ സ്റ്റെപ്പ് അവർക്ക് ഇൻട്രസ്റ്റ്, വീണ്ടും നമ്മൾ മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കും. 3 ഡിസയർ, അവർക്കിത് വേണം എന്നുള്ള ആഗ്രഹം വരും. ഓക്കെ. 4 അവരെ ഇത് ആക്ഷനിലേക്ക് കൊണ്ടുവരിക, വാങ്ങിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫണൽ മെത്തേഡുണ്ട്, വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഫണൽ മെത്തേഡുണ്ട്, അത് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് സെയിൽസ് നെഗോസിയേഷൻ സ്കിൽസ് നല്ലതാണ്. റിഫൈനിങ് നെഗോസിയേഷൻ ടാക്ടിക്സ് ഫോർ കോംപ്ലക്സ് ഡീൽസ്, അവിടെ നമുക്കൊരു റിയൽ ഡീൽ മേക്കർ ആകാനായിട്ട് എങ്ങനെ പറ്റും. 100 ways to, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റെഫറൻസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ലീഡ് ജനറേഷന് പോകുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഒരു സ്ട്രീം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ മറ്റൊന്നാണ് നമുക്ക് ഈ യാത്രകളും മറ്റുമൊക്കെ കുറയ്ക്കാനായിട്ട് മാക്സിമം ഇൻ്റർനെറ്റും മെസ്സേജിങ് സിസ്റ്റവും ടെക്നോളജിയും എല്ലാം ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ടെലിമാർക്കറ്റിങ് അതിന് വേണ്ടിയിട്ട് തന്നെ ആളെ വെക്കുകയാണെങ്കിൽ അത് ചുമ്മാ ഉള്ള ആൾക്കാരുടെ എല്ലാം കോൾഡ് കോൾസ് അല്ല. നമുക്ക് എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ള ആളെ ഫോളോ അപ്പ് ചെയ്യുക, കൃത്യമായിട്ട് സർവീസ് കിട്ടുന്നുണ്ടോയെന്നൊക്കെ അവർ മറന്നു പോകുന്നതിന് വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് നമുക്കൊരു ഫോളോ അപ്പ് സിസ്റ്റം വേണം. ഓക്കെ. അപ്പോൾ നമുക്ക് അവരിലേക്ക് എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെ ഒരു റെഡിനെസ് ഉണ്ടാക്കി വെക്കാനായിട്ട്. അതേപോലെ തന്നെ ഒരു സെയിൽസ് പ്രസൻറ്റേഷൻ നമുക്ക് ചെയ്യാനായിട്ട് അതിനുള്ള സ്കിൽസ് എങ്ങനെ, സെയിൽസ് പ്രസൻറ്റേഷൻ സ്കിൽസ്, ഇതിന് വേണ്ടിയിട്ട് മാത്രം പലപ്പോഴും നമ്മൾ ക്ലാസ് നടത്താം. പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് സെയിൽസ് പ്രസൻറ്റേഷൻ ഒന്നിച്ചായിരിക്കും വരുന്നത്, പ്രസൻറ്റേഷൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്കവിടെ പോളിഷിങ്,
ടെക്നിക്സ് ഫോർ എൻഗേജിങ് ആൻഡ് പെർസ്വേസീവ് പ്രസൻറ്റേഷൻസ്, പ്രേരണയോടുകൂടിയുള്ള. ഇനി ഒബ്ജക്ഷൻസ് ഓവർറൂൾഡ്, ഓവർകമ്മിങ് ഒബ്ജക്ഷൻസ്, എങ്ങനെയൊക്കെയാണ് ഒബ്ജക്ഷൻ വരുന്നത് അത് വിത്ത് വളരെ പെർസ്വേസീവായിട്ടുള്ള മെത്തേഡ് വഴി. അപ്പം ഏത് ഒബ്ജക്ഷനും നമുക്ക്, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് 4 ഒബ്ജക്ഷൻസാണ് വരാൻ ചാൻസ് ഉള്ളെങ്കിൽ ഇൻറ്റു 4 നമ്മൾ 16 ഒബ്ജക്ഷൻസിന് ആൻസർ കറക്റ്റായിട്ട് അറിയാം. പിന്നെ നോക്കിയിട്ട് ഒബ്ജക്ഷൻസ് ഒന്ന് ഏതെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ട്, ചിലപ്പോൾ 22 എണ്ണം ഉണ്ട്, 22 എണ്ണം നമുക്കറിയാം. ക്ലയൻറ്റ് പറയാൻ തുടങ്ങുമ്പം തന്നെ നമ്മൾ വളരെ ഇതായിട്ട് ഇതിനെ അംഗീകരിച്ചിട്ട് കൃത്യമായിട്ട് മറുപടി കൊടുത്ത് അത് തന്നെ നമുക്കൊരു വലിയ പോയിൻ്റായിട്ട് എങ്ങനെയാണ് എത്തിക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഹിപ്നോട്ടിക് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാനൊരു 10-12 വർഷം മുമ്പൊക്കെ ഈ NLP സെയിൽസ് മാസ്റ്ററി എടുക്കുന്ന സമയത്ത് ഹിപ്നോട്ടിക് സെയിൽസ് അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. 2016 നോക്കുമ്പം പോലും ലോകത്തിൽ 2 ബുക്ക് മാത്രമേ ഹിപ്നോട്ടിക് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും 10-30 ബുക്കുകളുണ്ട് ഹിപ്നോട്ടിക് സെയിൽസിൻ്റെ. അപ്പോൾ ഈ ഹിപ്നോട്ടിക് സെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ആൾ മയങ്ങിപ്പോകുന്നത് സജഷൻസ് കൊടുത്ത് മയക്കിയിടുന്ന അതല്ല. ഇത് നമ്മൾ ഈ പിന്നെ കസ്റ്റമറുടെ വാൺസ്, അവിടെ പെയിൻ, അതിനെ സോൾവ് ചെയ്തുകൊണ്ട് ചേരുന്ന ഒരു സ്റ്റോറി പറയുക എന്നുള്ളതാണ്. ആ സ്റ്റോറിയിൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ ക്ലയൻറ്റിനെ, നമ്മളൊരു സിനിമ തിയേറ്ററിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സ്വല്പം കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ആ സ്റ്റോറിക്കകത്ത് നിർത്തി കഴിയുമ്പോൾ ക്ലയൻറ്റ് എവിടെയാണെന്ന് അറിയാൻ പറ്റും. അതിനൊരു ലെവലുണ്ട്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് കഴിഞ്ഞ് നമ്മൾ റിയൽ മെസ്സേജ് കൊടുക്കുന്നത് എങ്ങനെയാണ്, അതിനകത്തുള്ള എംബഡഡ് മെസ്സേജ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഫൈനലി അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഇല്ലാതെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ആ ഒരു സ്റ്റോറിയുടെ പ്രത്യേകത. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ടൊരു സ്റ്റോറി പറയാം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ വെഹിക്കിൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്ന ഒരു ടീമിൻ്റെ മാനേജർ, അദ്ദേഹം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി മദ്യപാനവും പിന്നെ കുടുംബത്തിൽ ശാലം പ്രശ്നങ്ങളും ഓഫീസിൽ ആബ്സെൻറ്റീസും ഒക്കെ ആയിട്ട് വന്ന് ഇദ്ദേഹത്തെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്ത അവധി സമയത്താണ് ഇദ്ദേഹം ഈ ക്ലാസ്സിൽ വന്നത്. ഹൈദരാബാദിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ഇതിനകത്തിരുന്ന് 3 ദിവസം ഇരുന്ന് പഠിച്ചു. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയതും ഇതൊരു പണിഷ്മെൻ്റാണ് എന്നെല്ലാം അയാൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് മാത്രം ഇരുന്ന് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊരു മനുഷ്യനായിട്ട്, അന്നൊന്നും ഈ മനുഷ്യൻ അത് എന്നോടൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ഇദ്ദേഹം അവിടെ സെയിൽസ് പിള്ളേരെ എല്ലാവരെയും കൂട്ടി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവരുമായിട്ട് ചായ കുടിക്കാനൊക്കെ പോയി. അവരുമായിട്ടെല്ലാം നല്ല കമ്പനിയായി. അപ്പോൾ അവർ ലൈഫും സെയിൽസുമായിട്ട് എങ്ങനെയാണ് നമ്മളൊരു ബാലൻസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ കമ്പനി ആയതിനു ശേഷം നമുക്ക് ഞാനിവിടുന്ന് പഠിപ്പിച്ച സെയിൽസ് മെത്തേഡ് അവിടെ ഇദ്ദേഹം പഠിപ്പിച്ച് സെയിൽസ് ക്ലോസിങ്ങും പ്രോസ്പെക്റ്റിങ്ങും എല്ലാം പഠിച്ച് ഇദ്ദേഹം ഇവിടുന്ന് പഠിച്ചിട്ട് പോയത് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ മാനുഫാക്ചർ നോക്കിയപ്പോഴത്തേക്കും ആന്ധ്രാപ്രദേശിലേക്ക്, അതായത് സൗത്ത് ഇന്ത്യയിലേക്ക് മൊത്തം കൊടുക്കായിരുന്ന ലോട്ട് മുഴുവൻ ആന്ധ്രാപ്രദേശിലോട്ട് പോയി. അപ്പോൾ ഇതിനെന്താണ് കാരണം അവരന്വേഷിച്ച് അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് അറിഞ്ഞു, പുതിയതായിട്ട് ട്രാൻസ്ഫറായി വന്ന സെയിൽസ് മാനേജർ ഈ പറഞ്ഞ പോലെ ഇവരുമായിട്ട് വളരെ കമ്പനിയാക്കി അവരെ പഠിപ്പിച്ചെടുത്ത് അതിലോട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ഇൻസെൻറ്റീവിലോട്ട് സിസ്റ്റത്തിലായി. അപ്പോൾ വർക്ക് ചെയ്യാത്തവരാരും തന്നെ ഇല്ല, അവരെല്ലാം എന്നിട്ട് ഒരു ടീമാണ്, ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അപ്പോൾ ഒരു പ്രത്യേക സിനാരിയോ ആണ്. വീണ്ടും അപ്പോൾ ഈ പണിഷ്മെൻ്റായിട്ട് കൊടുത്ത ആൾക്കാണല്ലോ ഇങ്ങനെ വന്നത്. വീണ്ടും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വീണ്ടും ലോട്ടുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, കിട്ടുന്ന തികയുന്നില്ല. ആ സമയത്താണ് മാനേജിങ് ഡയറക്ടറുമായിട്ടൊരു ഒരു ഈവനിങ് ടീക്ക് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ പൂനെയിൽ ചെന്ന് അവരുമായിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് അറിയാവുന്ന ഒരു സബ്ജക്റ്റാണ് NLP. അപ്പോൾ അദ്ദേഹത്തെ ഒരു കാര്യം ചെയ്ത് ഒരു റൊട്ടേറ്റിംഗ്, പിന്നെ അതായത് ഒരു പ്രൊമോഷൻ കൂടെ കൊടുത്തു. അങ്ങനെ റൊട്ടേറ്റിംഗ് ഓരോ സ്ഥലത്തും പോയി പഠിപ്പിച്ച് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തെ മാറ്റിയെടുത്ത് 2 പ്രൊമോഷനോ മറ്റോ അടുത്ത 2-3 വർഷത്തിനകത്ത് കിട്ടി. ഇദ്ദേഹം പറഞ്ഞതിനകത്തൊക്കെ ഇതിലൊക്കെ കൂടുതലായിട്ട് ഇദ്ദേഹത്തിൻ്റെ മകളുടെ 10th എക്സാം വരുന്ന ആ വർഷമാണ് അദ്ദേഹം പോയത്. നെക്സ്റ്റ് ഇയർ 10th എക്സാം ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നാട്ടിലേക്ക് തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ
അത് കുഴപ്പമില്ല, അതൊക്കെ അങ്ങോട്ട് തന്നെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും അദ്ദേഹത്തിന് സാലറിയും ബാക്കി സൗകര്യങ്ങളും അംഗീകാരവും എല്ലാം കൂടുതൽ കിട്ടി. വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടെ NLP സെയിൽസ് മാസ്റ്ററിൽ വന്നിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ വേറൊരു രാജ്യത്തു നിന്ന് വന്നിട്ട് ഇൻഷുറൻസിൽ ആ രാജ്യത്ത് ഏറ്റവും വലിയ അവാർഡ് വാങ്ങിക്കുക. അപ്പോൾ അത് നമ്മളെ അറിയിക്കുക. ആ സമയത്ത് ഞാൻ ആ രാജ്യത്ത് ആകസ്മികമായി ചെന്ന് ചേരുക, നമുക്ക് കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഹിപ്നോട്ടിക് സെയിൽസിൻ്റെ ഒരു ഭയങ്കരമാണ്. നമ്മൾ സ്റ്റോറിയിലൂടെ പോയി ആൾക്കാരെ കൊണ്ടുപോയി ചെയ്ത് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സെയിൽസിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പെർസുവേഷൻ, പ്രേരിപ്പിക്കുക. അതും കഴിഞ്ഞ് മറ്റൊരു കുറച്ചുകൂടെ ആഴത്തിലൊരു വാക്കുണ്ട്, സെഡക്ഷൻ, സെയിൽസ് സെഡക്ഷൻ. നമ്മളിപ്പം പ്രണയത്തിലൊക്കെ വശീകരിക്കുക എന്ന് പറയുന്നതിന് പകരമാണ് സെഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ സീക്രറ്റ്സ് ഓഫ് സ്പീഡ് സെഡക്ഷൻ, പർട്ടിക്കുലർലി ഫോർ സെയിൽസിന് വേണ്ടിയിട്ട് ക്വിക്കായിട്ട് അതിലേക്ക് അവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റാതായി. ഇപ്പോൾ സെഡക്ഷൻ ഇൻ സെയിൽസ് യൂസിങ് ചാം ആൻഡ് പെർസ്യൂഷൻ ടു വിൻ ഓവർ ദ ക്ലയൻറ്റ്സ് ആൻഡ് സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ്. ഇതിൽ വരുമ്പോഴത്തേക്കും 100 വിവിധങ്ങളായ മെത്തേഡ്. അപ്പം ചില ബിസിനസ്, ചിലപ്പം വാഹന ബിസിനസ്സിന് ചിലപ്പോൾ 10-20 എണ്ണം ഉപയോഗിക്കാൻ പറ്റും. എന്നാലും 20 എണ്ണം ഭയങ്കരമാണ്. വസ്തു വിൽപ്പനയ്ക്കോ ഫ്ലാറ്റ്, ബിൽഡിങ്, റിയൽ എസ്റ്റേറ്റ് ഇതിനൊക്കെ ഉപയോഗിക്കാവുന്ന വേറൊരു 10-30ഓളം എണ്ണമുണ്ട്. അങ്ങനെ നമുക്ക് ഇതിലെ മെഷീനറിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന, ഇങ്ങനെ ഓരോന്നിൻ്റെ നമ്മുടെ പെയിൻ അനുസരിച്ച് ഉപയോഗിക്കാവുന്ന, ഓരോന്നിനും ചേരാവുന്ന എന്താണേലും 100 വിവിധങ്ങളായ, ഞാൻ പറഞ്ഞല്ലോ ഒരു 14 വർഷത്തെ റിസർച്ചിൽ കൂടി. ഇപ്പം ഈ സെയിൽസ് ക്ലോസിങ്ങിനൊക്കെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ബുക്ക് കിട്ടാനുണ്ട്, ബ്രിയാൻ ട്രേസിയുടെ ബുക്ക് കിട്ടാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത് അത് പൂർണ്ണമായിട്ടില്ല, ഈ പറയുന്ന 100 മെത്തേഡുകളില്ല. വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ബുക്ക് തന്നെയാണ്. അതുപോലുള്ള വേറെ പല സെയിൽസിന് തീർക്കുമ്പോഴും അതല്ലാതെ നമുക്ക് റിസർച്ച് ചെയ്തെടുക്കാവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അവിടെ നമുക്ക് പിന്നെ ഈ ഒരു 100 വിവിധ മെത്തേഡ്സ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെയിൽസ് സ്കിൽസ് ഇനോർമസ് ആയിട്ടങ്ങ് എൻഹാൻസ് ചെയ്യും. അവിടെ സെയിൽസ് പീപ്പിൾ എങ്ങനെയാണ് അവരുടെ ഏണിംഗ് കപ്പാസിറ്റി, അവരുടെ ഫ്ലെക്സിബിലിറ്റി, അവരുടെ പീക്ക് പെർഫോമൻസ്, അവരുടെ ഇൻക്രീസ്ഡ് റവന്യൂ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രേറ്റർ കോൺഫിഡൻസ് ഇൻ സെല്ലിംഗ്, പിന്നെ എക്സ്പാൻഡഡ് പ്രോസ്പെക്റ്റിംഗ് മെത്തേഡ്സ് ആൻഡ് അതുപോലെ തന്നെ ഈ സ്ട്രെങ്തൻഡ് നെഗോസിയേഷൻ സ്കിൽസ്, പൂർണ്ണമായിട്ടും വിലയിലാണെങ്കിലും പറഞ്ഞിരുത്തി, എൻഹാൻസ്ഡ് പ്രസൻറ്റേഷൻ എബിലിറ്റീസ് ആൻഡ് ബെറ്റർ ഒബ്ജക്ഷൻ ഹാൻഡിലിംഗ്, എങ്ങനെ വന്നാലും നമ്മൾ ഹാൻഡിൽ ചെയ്യും, ആൻഡ് സ്ട്രാറ്റജിക് റെഫറൽ ജനറേഷൻ, ഇംപ്രൂവ്ഡ് ക്ലോസിംഗ് റേറ്റ്സ് ആൻഡ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബയർ സൈക്കോളജി, അഡ്വാൻസ്ഡ് ലീഡ് ജനറേഷൻ ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഡ് ഏത് വിധത്തിൽ വേണം നമുക്ക് ജനറേറ്റ് ചെയ്യാം. മാസ്റ്ററി ഓഫ് സെയിൽസ് ഫണൽ ഡൈനാമിക്സ്, നല്ലൊരു ഫണൽ ഉണ്ടാക്കി പോകാനായിട്ട് പറ്റും. എഫിഷ്യൻറ്റ് ടെലി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഹാർനസിങ് ന്യൂറോ സയൻസ് ഫോർ സെയിൽസ് സക്സസ് ആൻഡ് റാപ്പിഡ് ഒബ്ജക്ഷൻ റെസൊല്യൂഷൻ, പെട്ടെന്ന് ഒബ്ജക്ഷന് മറുപടി കിട്ടുക. പെർസ്വേസീവ് സെയിൽസ് പ്രസൻറ്റേഷൻ, അൺപാരലൽ ലീഡ് ജനറേഷൻ ഇൻസൈറ്റ്സ്, എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. NLPയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ പവർ അങ്ങ് ഭയങ്കരമായിട്ട് കൂട്ടും. ക്ലയൻറ്റിനെ ഹാപ്പി ആക്കിക്കൊണ്ട് തന്നെ, ഒരു ഇൻസൾട്ടും വരാതെ. ആൻഡ് ഇൻക്രീസ്ഡ് ക്ലയൻറ്റ് കോൺവെർസേഷൻ റേറ്റ്സ് ആൻഡ് സ്ട്രീംലൈൻഡ് സെയിൽസ് പ്രോസസ്, ഇംപ്രൂവ്ഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആൻഡ് എക്സ്പാൻഡഡ് നെറ്റ്വർക്ക് ഫോർ റെഫറൽസ്. അതുപോലെ യൂട്ടിലൈസിങ് ഓഫ് ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക്സ്, നമ്മളത് സ്വായത്തമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റിയിലൊരു ഡിഫറൻസ് ആണ്. ആൻഡ് സ്പീഡിയർ സെയിൽസ് സൈക്കിൾസ്, പെട്ടെന്ന് വെലോസിറ്റി വരുന്നതനുസരിച്ച് പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എൻഹാൻസ്ഡ് പെർസ്വേഷൻ എബിലിറ്റീസ്, ഗ്രേറ്റർ അഡാപ്റ്റബിലിറ്റി ഇൻ സെയിൽസ് സിനാരിയോസ് ആൻഡ് ഇൻക്രീസ്ഡ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി വിത്ത് ക്ലയൻറ്റ്സ് ആൻഡ് ഇംപ്രൂവ്ഡ് ടൈം മാനേജ്മെൻറ്റ് ഇൻ സെയിൽസ്, enhanced understanding of the customer needs, effective utilization of sales funnels, mastery of objection handling, and increased customer retention and enhanced product knowledge. അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽസ് എങ്ങനെ കൂട്ടാനായിട്ട് പറ്റും. അഡ്വാൻസ്ഡ് റാപ്പോ ബിൽഡിംഗ് സ്കിൽസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് എഫിഷ്യൻറ്റ് ലീഡ് നർച്ചറിങ് സ്ട്രാറ്റജീസ്,
ലീഡ് വന്നാൽ മാത്രം പോരാ, ലീഡിനെ നമ്മൾ എന്താണ് ഹോട്ടാക്കി കൊണ്ടുവരും. നമ്മൾ 3 ഫയൽ സിസ്റ്റം ഉണ്ട്. അതിന് ഹോട്ട്, വാം ആൻഡ് കോൾഡ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇത് പഠിപ്പിച്ച് കൊണ്ടുവരണം. ഇംപ്രൂവ് ഫോളോ അപ്പ് ടെക്നിക്സ് ആൻഡ് സ്ട്രെങ്തൻ സെയിൽസ് ടീം കോഹഷൻ, ആക്സിലറേറ്റർ കരിയർ ഗ്രോത്ത് ഇൻ സെയിൽസ്, എൻഹാൻസ്ഡ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, എക്സ്പാൻഡഡ് മാർക്കറ്റ് റീച്ച് ആൻഡ് ഇൻക്രീസ്ഡ് റെഫറൽ ബിസിനസ് ആൻഡ് ഇംപ്രൂവ്ഡ് ഫോർകാസ്റ്റിംഗ് ആക്യുറസി, റെഡ്യൂസ് സെയിൽസ് സൈക്കിൾ ഡ്യൂറേഷൻ. വളരെ നമ്മൾ ഇതുവരെ ഒരാഴ്ച കൊണ്ട് വിറ്റുകൊണ്ടിരുന്ന വലിയ സെയിൽസാണ് ഒരാഴ്ച കൊണ്ട് വിറ്റുകൊണ്ടിരുന്നതിന് പകരം ക്ലയൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നടത്തിയെടുക്കാൻ പറ്റുമോ, ഇല്ല പിറ്റേ ദിവസം കൊണ്ട് പറ്റുമോ. എൻഹാൻസ്ഡ് കസ്റ്റമർ ലോയൽറ്റി, ഇംപ്രൂവ്ഡ് ക്രോസ് സെല്ലിംഗ് ആൻഡ് അപ് സെല്ലിംഗ് എബിലിറ്റീസ്, എൻഹാൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ സെയിൽസ് സിനാരിയോ ആൻഡ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് സ്ട്രെങ്തൻഡ് സെയിൽസ് പെർഫോമൻസ് മെട്രിക്സ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ സെയിൽസ് ഇഫക്റ്റീവ്നെസ്. ഈ 3 days നടത്തിയ പ്രോഗ്രാം അത് നിങ്ങൾക്ക് 90 days നിങ്ങൾക്ക് എവിടെ ഇരുന്നും മൊബൈലിൽ തന്നെ ഇല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഈ കോഴ്സ് ഞാൻ തന്നെ ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മിഡ് നൈറ്റിൽ അധികം സമയമുണ്ടെങ്കിലോ, ഏർലി മോർണിംഗ് ടൈം ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ വൈകുന്നേരം കിടക്കാൻ നേരത്തെ സമയമുണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുകയാണ്, 1 മണിക്കൂർ പോകും. യു ക്യാൻ യൂട്ടിലൈസ് ദിസ്. എപ്പോഴും നമുക്കിത് ഉപയോഗിക്കാവുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇതൊക്കെ പഠിച്ചതിന് ശേഷം ക്ലാസ്സിൽ വരുവാണെങ്കിൽ ഭയങ്കര ഡെപ്തിൽ പോകും. ഒറ്റയടിക്ക് വരുമ്പോഴത്തേക്കും ഇത്രയും ഫുള്ളായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഒരിക്കലെങ്കിലും ലേണിംഗ് ചെയ്തതിന് ശേഷം കോഴ്സിൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ സ്കോറിങ് അത്ര കൂടുതലായിരിക്കും ആ വർഷത്തേക്ക്. സോ നിങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ടാകട്ടെ. ഇതിന് മാത്രമല്ല, നമുക്ക് ഫണ്ട് ശേഖരിക്കാനായിട്ട്, നിങ്ങളുടെ ബിസിനസ്സിനെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാനായിട്ട്, പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് ഒക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇതുമായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. എന്തായാലും നിങ്ങൾക്ക് വൻ വിജയങ്ങളുണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്.